വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നിധിൻ പ്രഭാകരനും ഫിറ്റി തോമസും ചേരുന്നുണ്ട്. വിജയാഘോഷത്തിൽ വനിതകളുടെ സാന്നിധ്യം ആവേശം വേണ്ടെന്നാണ് ഇപ്പോൾ ലീഗ് നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. അതിര ഇപ്പോൾ പുറത്തു വന്ന ഒരു വിലക്ക് വിചിത്രമാണ് എന്ന് തന്നെ പറയാം. ലീഗിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വിലക്ക് വന്നിരിക്കുന്നത്. വനിതാ നേതാക്കൾ അത്യാഹ്ലാദത്തിലേക്ക് പോകേണ്ട കണ്ണൂർ പാനൂരിൽ, അതായത് ഷാഫി പറമ്പിലിൻ്റെ റോഡ് ഷോയിലും മറ്റു പ്രകടനങ്ങളിലുമൊന്നും വനിതകളുടെ സാന്നിധ്യമാകാം, പക്ഷേ ഇതിലൊന്നും കൂടുതൽ സന്തോഷിക്കേണ്ട, ആഹ്ലാദിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഈ ഒരു വിലക്ക് വന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത് ഇത് മതപരമായുള്ള നിയന്ത്രണമാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ മതത്തിൻ്റെ പേര് പറഞ്ഞാണ് ഈ ഒരു നിയന്ത്രണം ഈ വനിതകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വിചിത്രം. നമുക്ക് അതും കണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മതത്തിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏതറ്റം വരെ ഏതളവിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എന്തായാലും ലീഗിൻ്റെ നേതാവിൻ്റെ ശബ്ദ സന്ദേശം ഈ വനിതകൾക്കെല്ലാം നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വനിതാ നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകരൊക്കെ ഈ റോഡ് ഷോയിലും മറ്റിലും പങ്കെടുക്കുമോ എന്നതുപോലും സംശയത്തിൻ്റെ നിഴലിലാണ്. ഇപ്പോൾ നിതിൻ പ്രഭാകരനും എൻ്റെ കൂടൊപ്പം ചേരുകയാണ്. നിതിൻ, ഈ ഒരു വിലക്ക് എങ്ങനെ വന്നു? കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആഹ്ലാദ പ്രകടനം അതെന്തെങ്കിലും അതിരുകൾ മറികടന്നതായിരുന്നോ? ഈ ഒരു വിലക്ക് വന്ന വഴി എന്താണ്? അതായത് ഷാഫി പറമ്പിൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിച്ചതിന് പിന്നാലെ വലിയ തരത്തിലുള്ള ആവേശ പ്രകടനവുമായി സ്ത്രീകളടക്കമുള്ളവർ രംഗത്തിറങ്ങിയിരുന്നു. ഈ വടകര മേഖലയിലും കൂത്തുപറമ്പ് തലശ്ശേരി മേഖലകളിൽ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പല വീഡിയോകളും പുറത്തു വന്നു. ഇതിന് പിന്നാലെ മതപരമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾക്കെതിരെ അതിഭീകരമായ സൈബർ ആക്രമണം നടന്നത് ആണ് ലീഗ് നേതാവ് ഇത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശം അയക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അതായത് മതപരമായി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് മതപരമായി ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്തരം പൊതുപരിപാടികളിൽ കൂടിച്ചേർന്ന ഇടകലർന്ന ഈ ഇത്തരം ആഹ്ലാദ പ്രകടനങ്ങളിൽ പുരുഷന്മാരുണ്ടാകും, മറ്റ് സ്ത്രീകളുണ്ടാകും, പുരുഷന്മാരുണ്ട്. അത് ഇടകലർന്നുകൊണ്ടുള്ള ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കരുത് എന്നതിൻ്റെ ഒരു കൃത്യമായ നിർദ്ദേശമാണിപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് ഷാഫി പാനൂരേക്ക് കടന്നു വരുമ്പോൾ ഷാഫിയെ കാണാം, കൈവീശാം, എന്നാൽ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കരുത്, റോഡ് ഷോയിൽ പങ്കെടുക്കരുത്. വളരെ വിചിത്രമായ നിർദ്ദേശം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി എന്ന് പറയുന്നു. അത്രമാത്രം അതിര് കടന്ന രീതിയിലായിരുന്നു ഈ ഒരു ആഹ്ലാദ പ്രകടനം? അതെന്തെങ്കിലും അതിരുവിട്ട രീതിയിലായിരുന്നോ? എന്തെങ്കിലും അസഭ്യമായ തരത്തിലായിരുന്നോ? അത്തരത്തിൽ എന്തെങ്കിലും കാണാൻ കഴിഞ്ഞോ? തീർച്ചയായും അങ്ങനെ ഒന്നുമില്ല. കാരണം ആ ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ ആഹ്ലാദ സൂചകമായി വനിതാ പ്രവർത്തകർ ആനന്ദ നൃത്തം ചവിട്ടി എന്നത് യാഥാർത്ഥ്യമാണ്. ആ പ്രകടനത്തിനകത്ത് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളൊന്നുമില്ല. അവർ പാട്ടിനൊത്ത് നൃത്തം ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണ്. ആ നൃത്തം ചെയ്തതിൻ്റെ വീഡിയോ ക്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ പങ്കുവെക്കുന്നു. ഇത് ഒരു വിഭാഗം ഏറ്റെടുത്തതിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണം പലരും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്ന് പാനൂരിൽ മാത്രമല്ല വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഷാഫിക്ക് സ്വീകരണം നൽകുന്നുണ്ട്. ആ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഇനി ഇത്തരത്തിൽ പ്രകടനങ്ങളിൽ സ്ത്രീകൾ പങ്കെടുക്കരുത്. നേരത്തെ നിങ്ങൾ പങ്കെടുത്തതിൻ്റെ അനുഭവം ഞങ്ങളുടെ മുന്നിൽ, അതാണ് ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നതെന്ന്. ഇത്തരത്തിൽ ഇനി ഒരു പ്രകടനത്തിൽ പോലും ആളുകൾ പങ്കെടുക്കരുത്. നിങ്ങൾക്ക് ഷാഫിയെ കാണാൻ വരാം, റോഡരികിൽ നിന്ന് കണ്ട് തിരിച്ചു പോകാം, ആഹ്ലാദങ്ങളിലൊന്നും പങ്കെടുക്കരുതെന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വിലക്ക് എന്നൊക്കെ പറയുന്ന പോലെ വിലക്ക് കൽപ്പിക്കുകയാണ് സ്ത്രീകൾക്ക് എന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു വിലക്ക് ഇത്തരത്തിൽ അമിതാഹ്ലാദം വേണ്ട എന്ന് പറയുമ്പോൾ സാധാരണ സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പ്രകടനത്തിന് അല്ലെങ്കിൽ അതിൽ പങ്കാളിത്തം വഹിക്കാൻ പോലും താല്പര്യമില്ലാതാക്കുന്ന, അതിന് പോലും ഒരു സ്വയം ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവരെ നയിക്കില്ലേ? തീർച്ചയായും ഇത്തരത്തിൽ അവിടെയുള്ള ഒരു പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് ഇത്തരത്തിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രകടനത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ആളുകൾ പ്രകടനത്തിൽ പങ്കെടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കൃത്യമായ നിർദ്ദേശം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി ഭാരവാഹി ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് ഒരു സാധാരണ ലീഗ് പ്രവർത്തകനല്ല. കൂത്തുപറമ്പ് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദാണ്. അതായത് കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി എന്ന് പറയുന്ന ലീഗിൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ആ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ കൃത്യമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഇത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശം അയക്കണമെങ്കിൽ പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണമായിരിക്കാം തീർച്ചയായും ഇത്തരത്തിൽ ശബ്ദ സന്ദേശം അയച്ചത്
അറിയിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഒരു മുതിർന്ന നേതാവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ ആ പരിപാടിക്ക് പങ്കെടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. സ്ത്രീകളല്ല, വനിതാ ലീഗിൻ്റെ പ്രവർത്തകരാരും ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇതിപ്പോൾ ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്, അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ലീഗിന്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പായി അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതിയായി, മതപരമായ കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ ചിന്തകളും വേണമല്ലോ, ആ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ശബ്ദ സന്ദേശമാണ് ഇത്. ലീഗിന്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശമാണ് എന്ന് കരുതാമോ? തീർച്ചയായും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നേരത്തെ സ്ഥാനാർത്ഥി 50% വനിതാ സംവരണം ഏർപ്പെടുത്തിയത് മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാനാർത്ഥികളിൽ വനിതകൾക്ക് പ്രാമുഖ്യം നൽകിയേ മതിയാകൂ, അല്ലെങ്കിൽ വനിതകളെ മത്സരിപ്പിച്ചേ മതിയാകൂ. മലപ്പുറത്തടക്കം പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുമ്പോൾ, സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ പതിച്ച് പ്രചരണം നടക്കുമ്പോൾ ഫ്ലക്സ് ബോർഡുകളിൽ പലപ്പോഴും സ്ത്രീകളുടെ ചിത്രം അവിടെ ഉണ്ടാവാറില്ല. ഇതൊക്കെ നിരവധി തവണ സംസ്ഥാനത്ത് ചർച്ചയായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടി നേതൃത്വം അറിയാതെ ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ്, അതും കൂത്തുപറമ്പ് പോലെ പാനൂർ പോലെ മുസ്ലിം ലീഗിന് കൃത്യമായ സ്വാധീനമുള്ള മേഖലയിൽ ഇത്തരമൊരു ശബ്ദ സന്ദേശം പുറത്തു വരില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമാണ്. എന്തായാലും ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നാണ്, ലീഗ് നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. വനിതാ പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുക്കാം, പക്ഷേ അമിത ആഹ്ലാദം വേണ്ട, പ്രകടനം വേണ്ട, നൃത്തം വേണ്ട എന്നുള്ള തരത്തിലാണ്. അത് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് ഒരു ശബ്ദ സന്ദേശമായി പുറത്തു വന്നിരിക്കുന്നത്. ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിലക്കിലേക്ക്, സ്ത്രീകൾക്ക്, വനിതകൾക്കെതിരായ ഒരു വിലക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്ന് തന്നെ കരുതാം. ആതിര, അഡ്വക്കേറ്റ് കുക്കു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് കുക്കു, ഇത് ലീഗിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു വിലക്ക് വന്നിരിക്കുകയാണ്. ഷാഫി പറമ്പിലിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കാം, പക്ഷേ അത് അതിന് കവിഞ്ഞു പോകരുത് എന്നുള്ളതല്ല, അവരുടെ റോഡ് ഷോയിൽ പോലും പങ്കെടുക്കരുത്, അവിടെ മൗന സാന്നിധ്യമായി നിൽക്കാം എന്ന് മാത്രം പറയുന്ന ഈ നിലപാടിനോട് യോജിപ്പുണ്ടോ? മത്സരത്തിൽ നിർത്തി ആ മത്സരത്തിൽ നിർത്തുന്ന സ്ഥലത്ത് സ്ത്രീകളുടെ ഭർത്താക്കന്മാരുടെ ജീവിത പങ്കാളിയുടെ പടം വയ്ക്കുകയും ചെയ്യുന്ന രീതി നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പ്രതികരണം ഉണ്ടാവാന്നല്ലാതെ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തരത്തിലുള്ളൊരു ചിന്ത വന്നിട്ടില്ല. അപ്പം ഇതൊരു ഞാൻ പറയുന്നത് ലീഗിന്റെ മാത്രം പ്രശ്നമല്ല. ലീഗ് ഇത് വളരെ വ്യക്തമായിട്ട്, വളരെ വിസിബിൾ ആയിട്ട് ചെയ്യുന്നു. ബാക്കി ഇപ്പൊ നോക്കൂ, നമ്മളിപ്പോ ജയിച്ചു പോയ സ്ഥാനാർത്ഥികളെ നോക്കൂ. ഇവിടുത്തെ കേരളത്തിൽ നിന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, കേരളം ഒരു പുരുഷനായിട്ടാണ് നമ്മൾ ലോകസഭയിൽ ഇരിക്കുക, സ്ത്രീകളില്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വളം വെച്ച് കൊടുക്കുകയാണ്. സ്ത്രീകൾക്കുള്ള വിസിബിലിറ്റി പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികള്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഈ പറയുന്ന മൂന്നാം മോദി മന്ത്രിസഭ വരെയാണ്. അവരുടെയൊക്കെ നയങ്ങൾ എന്താണ്? സ്ത്രീ സ്വാതന്ത്ര്യം, അർഹതി. അപ്പൊ അതിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ ലീഗും അതിനൊരു ചുക്കാൻ പിടിക്കുന്നു. ഇത് കാലാകാലങ്ങളായിട്ട് സ്ത്രീകളോടുള്ള ഒരു ഇടപെടല്, ലീഗാണെങ്കിലും ശരി, ഇപ്പം സംഘപരിവാറാണെങ്കിലും ശരി, ഏത് പാർട്ടികൾ എടുത്താലും സ്ത്രീകളോടുള്ള ഒരു നിലപാട് ഇത്തരത്തിലുള്ളതാണെന്നുള്ളത് വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് പ്രതിഷേധാർഹമാണ് എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കുന്നു. ഇതിപ്പോൾ മതത്തിന്റെ പേര് പറഞ്ഞാണ് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നത്. ഒരു പാട്ടിനൊത്തു നൃത്തം ചെയ്താലോ അല്ലെങ്കിൽ ആഹ്ലാദത്തിൽ പങ്കുചേർന്നാലോ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഈ മതത്തിന്റെ പേരിലുള്ള ഇത്തരത്തിൽ വിലക്കുകൾ ഒരു തരം ഭയപ്പെടുത്തലാണ്. മതത്തിൽ എവിടെയാണ് ഇത്തരത്തിൽ റോഡ് ഷോ നടത്തരുതെന്ന് അല്ലെങ്കിൽ പ്രകടനങ്ങളിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നത് എന്നൊക്കെ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുതന്നെ മതപണ്ഡിതന്മാർ തന്നെ വിശദീകരിക്കേണ്ട കാര്യമാണ്. എങ്കിലും ഇത്തരത്തിലുള്ള വിലക്കുകൾ വരുന്നത് മതത്തിന്റെ പേര് പറഞ്ഞാണ് എന്നുള്ളത് വളരെ ആശ്ചര്യകരമാണ്. കേട്ടില്ല എന്താ പറഞ്ഞത്? മതത്തിന്റെ പേരിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലീഗ് എന്നത് രാഷ്ട്രീയ പാർട്ടിയാണ്. ലീഗ് ഒരു മതപാർട്ടിയായിട്ടൊന്നുമല്ല അറിയപ്പെടുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടെ ഉള്ള അവരുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലീഗ് അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു മതത്തിന്റെ ഉണ്ട് എന്നുള്ളത് നമുക്കങ്ങനെ എടുത്തു പറയാവുന്ന ചില സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും
അങ്ങനെയല്ല അവർ സ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരമൊരു പിന്നെ ഈ മതങ്ങള് എല്ലാ കാലത്തും സ്ത്രീകളെ എല്ലായിടത്തൊന്നും അത് ഇന്ന ഇസ്ലാം മതമോ അല്ലെങ്കിൽ ഹിന്ദു മതം അങ്ങനെയൊന്നുമില്ല. എല്ലാ മതങ്ങളും സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ മോശമായിട്ടുള്ള ഇടപെടലുകൾ പലപ്പോഴും നടത്തുന്നു. മതത്തിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും നടന്നു വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ പുറകോട്ടടിക്കും. 16-ാം നൂറ്റാണ്ടിലെ സ്റ്റാൻഡാണ് മതങ്ങൾ എപ്പോഴും എടുത്തിട്ടുള്ളൂ. അതിപ്പോ ഹിന്ദു മതത്തില് എങ്ങനെയാണ് സ്ത്രീകളെ വെച്ചിരിക്കുന്നത്, അതിപ്പം ഇസ്ലാം മതത്തിലെ പ്രശ്നം മാത്രമായിട്ട് എനിക്കിത് കാണാൻ പറ്റില്ല. അപ്പം മതങ്ങൾ പൊതുവെ സ്ത്രീകളോട് ഇങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ MN കാരശ്ശേരിയെ നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്. കാരശ്ശേരി മാഷ് അല്പസമയത്തിനകം കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കും. അതുവരെ നിതിനിലേക്ക് എത്താം. നിതിൻ, വരുന്ന പ്രതികരണങ്ങൾ ഇത്തരത്തിലാണ്. മതത്തിൻ്റെ പേര് പറഞ്ഞ് സ്ത്രീകളെ മറ്റും വിലക്കുന്ന ഒരു നടപടി, ഇത് ഒരിക്കലും ഒരു മുന്നോട്ടുള്ള കുതിപ്പിന്, ഭാരതത്തിൻ്റെ കുതിപ്പിന്, കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഒന്നും ഉപകാരം ചെയ്യില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ കൂടുതൽ കൂച്ചുവിലങ്ങേണ്ടുന്ന ഒരു നടപടികളിലേക്ക് നീങ്ങും എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത്. തീർച്ചയായും ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനിതാ പ്രവർത്തകന്മാരെ ഒരു പരിപാടിയിൽ നിന്ന് വിലക്കുക എന്ന് പറയുന്നത് തന്നെ കേരളത്തിൻ്റെ സാംസ്കാരികമായ മുന്നേറ്റത്തിന്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരുപാട് ഇപ്പോൾ ഏറ്റവും പുതുതായി ഇത്തരം ഒരു വിഷയം കടന്നു വരുമ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരികമായ മുന്നേറ്റത്തിന് തന്നെ അപമാനമാകുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു പരാമർശമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കൃത്യമായി ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃപദവിയിലിരിക്കുന്ന ഒരു വ്യക്തി തന്നെ ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം പറയുമ്പോൾ അത് തികച്ചും അതിനെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് കേരളത്തിലെ സ്ത്രീകൾക്കാകെ അപമാനമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് വനിതകൾ ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യയുടെ ഏറ്റവും പ്രഥമ പൗര തന്നെ വനിതയായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിലക്കുമായി അല്ലെങ്കിൽ സ്ത്രീകൾ. നമുക്കിപ്പോൾ MN കാരശ്ശേരി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ കാരശ്ശേരി മാഷ്, കണ്ണൂരിലെ പാനൂരിൽ ഷാഫി പറമ്പിലിൻ്റെ വിജയാഘോഷത്തിൽ വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുക്കേണ്ട, അവർക്ക് വിലക്കേർപ്പെടുത്തി ലീഗ് നേതാവ് തന്നെ ഒരു ശബ്ദ സന്ദേശം അയക്കുകയാണ്. അവർ ആഹ്ലാദിക്കേണ്ട, അവർ തിമിർക്കേണ്ട, അല്ലെങ്കിൽ പാട്ടിനൊത്ത് നൃത്തം ചെയ്യേണ്ട എന്ന് പറയുന്നു. അത് പ്രത്യേകിച്ച് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു വിലക്ക് കൽപ്പിക്കുന്നത് ശരിയാണോ? അത് മതത്തിന്റെ പേരിൽ പറഞ്ഞ് വിലക്കുന്നത് ശരിയാണോ? എന്തിന്റെ പേരിൽ അങ്ങനെ വിലക്കിയാലും അത് ഇന്ത്യക്കും പ്രത്യേകിച്ച് കേരളത്തിനും അവമാനകരമാണ്. സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായിട്ട് കാണുന്ന ഒരു രീതിയാണ്. ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് കൃത്യമായിട്ട് കേട്ടു. മതത്തിന്റെ പേരിലാണിത് പറഞ്ഞത്. ആ മതത്തിൽ പറയുന്നുണ്ടോ വോട്ട് ചെയ്യാൻ? ഇവരത് ആലോചിക്കണ്ടേ? വോട്ട് ചെയ്യണം എന്ന് നബിവചനങ്ങളിലോ അവരുടെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിലോ ഉണ്ടാവില്ലോ. ആ വോട്ട് പുതിയതല്ലേ? ഈ സ്ത്രീകളുടെ വോട്ട് ഇവർക്ക് വേണം. എന്നാ അവർ സ്ത്രീകളുടെ വോട്ട് വേണ്ട എന്ന് പറയട്ടെ. മുസ്ലിം ലീഗിന് സ്ത്രീകളുടെ വോട്ട് വേണ്ട, അത് പറയില്ലല്ലോ. ഈ ഇലക്ഷൻ വർക്കിന് ഈ പെണ്ണുങ്ങൾ പണിയെടുത്തതിനെ പറ്റി ഈ ഓഡിയോ ക്ലിപ്പിൽ അനുമോദനം പറയുന്നുണ്ട്. അവര് മെനക്കെട്ട് വോട്ട് പിടിച്ചു എന്ന് പറയുന്നുണ്ട്. അവര് സംഭാവന കൊടുക്കണം, അവര് വോട്ട് പിടിക്കണം, അവര് വോട്ട് ചെയ്യണം, എല്ലാം ചെയ്യണം. എന്ത് പാടില്ല? റോഡ് ഷോയിൽ പങ്കെടുക്കാൻ പാടില്ല, പ്രകടനത്തിൽ പങ്കെടുക്കാൻ പാടില്ല, മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, ആഹ്ലാദിക്കാൻ പാടില്ല, ശരീരചലനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവര് അടിമകളാണെന്ന് അതിന്റെ അർത്ഥം. ഞങ്ങൾ പറയുന്നത് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ അവകാശങ്ങളും അധികാരങ്ങളും ഇല്ലാന്നായി പറയുന്നത്. അത് ഇവിടുത്തെ ഭരണഘടനയ്ക്കെതിരാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 അനുസരിച്ച് നമുക്കൊക്കെ തുല്യതയ്ക്കുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഈക്വാലിറ്റി, തുല്യതയ്ക്കുള്ള അവകാശം. ആണും പെണ്ണും തുല്യരാണ്. ഈ ഭരണഘടന പിടിച്ച് നാഴിക്ക് 40 വട്ടം വർത്തമാനം പറയുന്ന ആളുകളാണ് മുസ്ലിം ലീഗുകാർ. അവര് ന്യൂനപക്ഷ അവകാശങ്ങളെ പറ്റിയും പിന്നോക്കാവസ്ഥയെ പറ്റിയും മൈനോറിറ്റി റൈറ്റ്സിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ മൈനോറിറ്റി റൈറ്റ്സ്, ന്യൂനപക്ഷ അവകാശപ്പെട്ട അവരുടെ കൂട്ടത്തിലെ സ്ത്രീകൾക്ക് അവർ ഈ അവകാശം കൊടുക്കുന്നില്ല എന്ന് ഈ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറയേണ്ടത്, ഇനി സ്ത്രീകളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. സ്ത്രീകൾ വോട്ട് ചെയ്യണമെന്ന് ഖുർആനിൽ പറയുന്നില്ല. സ്ത്രീകൾ വോട്ട് ചെയ്യണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രകടനത്തിൽ പങ്കെടുക്കേണ്ട, നിങ്ങൾ മുദ്രാവാക്യം വിളിക്കേണ്ട,
നിങ്ങൾ റോഡ് ഷോയ്ക്ക് വരരുത്, അവിടെ ആടാനും പാടാനും വരരുത്, കൈകൊട്ടി കളിക്കാനും ചിരിക്കാനും വരരുത്, നിങ്ങൾ വീടിനകത്ത് അടച്ചിരുന്നു, പക്ഷേ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. സ്ത്രീകൾക്ക് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അത്ഭുതം തോന്നുന്നു. അവർക്കൊരു വനിതാ ലീഗ് എന്നൊരു സംഘടനയുണ്ട്. അവരുടെ നേതാക്കന്മാർ എന്താ പറയുന്നത്? അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ MSFന് ഹരിത എന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ വിഭാഗമുണ്ട്. അവരെന്ത് പറയുന്നു? അവിടുത്തെ നേതാക്കന്മാർ ഈ ജയിച്ച ഷാഫി പറമ്പിൽ എന്ത് പറയുന്നു? അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ മുസ്ലിം പെണ്ണുങ്ങൾക്ക് പങ്കെടുക്കാമോ? ഷാഫി പറമ്പിൽ പറയണം. ഇത് ചെറിയ കാര്യമല്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്വാതന്ത്ര്യമില്ല എന്നായി പറയുന്നത് എന്തിന്റെ പേരിൽ? മതത്തിന്റെ പേരിൽ. അത് ഭരണഘടനാ വിരുദ്ധമായൊരു നിലപാടാണ്. അത് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്കോ ശ്രീ സാദിഖ് അലി തങ്ങൾക്കോ അത് ശരിയാണെന്ന് പറയാൻ പറ്റൂ? പിന്നെ അവർ ഭരണഘടന എന്ന് പറയുന്ന അർത്ഥമുണ്ടോ? അതുകൊണ്ട് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നിലപാടാണ് അവിടുത്തെ കൂത്തുപറമ്പ് ഭാഗത്തെ മുസ്ലിം ലീഗ് നേതാവ് നടത്തിയതാണ് എന്റെ അഭിപ്രായം. അതിനെല്ലാ ശ്രീ കാരശ്ശേരി മാഷ, ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഹരിതയുടെ പ്രവർത്തകരോട് അവരുടെ അഭിപ്രായം ആരാഞ്ഞു. അവർ പ്രതികരിക്കാൻ തയ്യാറല്ല. അതിനർത്ഥം അവർ ഇതിന് വഴങ്ങി എന്നുള്ളതാണ്. തീർച്ചയായും മതത്തിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അവർ അതിന് വഴങ്ങുകയാണ്. അല്ലെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിലെ വനിതാ പ്രവർത്തകർ അവരുടെ, താങ്കൾ പറഞ്ഞതുപോലെ അവരുടെ വോട്ട് വേണം, പക്ഷേ അവരുടെ ആഹ്ലാദവും സന്തോഷവും ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ഈ ഒരു ശബ്ദ സന്ദേശത്തിനെ അടിസ്ഥാനമാക്കി അവർ പൂർണ്ണമായും വഴങ്ങുന്ന കാഴ്ചയായിരിക്കും ഈ ഷാഫി പറമ്പിലുള്ള അനുമോദന യോഗത്തിലും മറ്റും കാണാൻ കഴിയുക. ഷാഫി പറമ്പിലിന് ഒരു അവമാനമാണത്. അദ്ദേഹത്തിന്റെ ഈ ഗംഭീരമായ വിജയത്തിന് ഒരു കളങ്കം ചാർത്തുന്ന ഒന്നാണ് ആ വർത്തമാനം. ഹരിത എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധികൾ ഇതിൽ പ്രതികരിക്കുന്നതിൽ ധൈര്യമില്ല, പ്രതികരിക്കാൻ അവകാശമില്ല എന്നാണ് കാണിക്കുന്നത്. പിന്നെ എന്തിനാ അങ്ങനെ സംഘടന? വനിതാ ലീഗ് എന്ന് പറഞ്ഞാൽ എന്തിനാ വനിതാ ലീഗ്? ഇതൊക്കെ ഇസ്ലാം മതത്തിൽ പറഞ്ഞല്ലോ ലീഗ് ഉണ്ടാക്കി. ലീഗ് ഇസ്ലാം മതമാണോ? മതത്തിന്റെ പേരിൽ അത് പറയുന്നത്. മതത്തിന്റെ പേരിലാണോ ഈ പാർട്ടി ഉണ്ടാക്കിയത്? മുസ്ലിം ലീഗ് ഉണ്ടാക്കണമെന്നും MLA MP ജയിപ്പിക്കണം എന്നൊക്കെ ഖുർആനിലുണ്ടോ? ഒന്നുമില്ലല്ലോ. അതൊക്കെ ആധുനിക രാഷ്ട്രീയ സാമൂഹ്യ ജീവിതം ഉത്പാദിപ്പിക്കുന്നതല്ലേ. അപ്പൊ ഇവര് ഈ വനിതാ ലീഗിന്റെ നേതാക്കന്മാർ മിണ്ടൂല, ഹരിതയുടെ നേതാക്കന്മാർ മിണ്ടൂല. എന്താ കാരണം? അവർക്ക് മിണ്ടാനുള്ള സ്വാതന്ത്ര്യം കൂടി ഇല്ല. അവര് ചുമതലകൾ മാത്രമുള്ള അവകാശങ്ങളില്ലാത്ത അടിമകളാണെന്ന് അത് കാണിക്കുന്നത്. അങ്ങേയറ്റം അവമാനകരമാണ് ആ നിലപാട്. എന്തായാലും എന്താണ് പറയുന്നത്? ഈ മതത്തിന്റെ പേരിൽ പറയുമ്പോൾ താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? താങ്കൾ പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും മതം നിഷ്കർഷിക്കുന്നില്ല എന്നുള്ളത്, ഖുറാനിൽ പറയുന്നില്ല എന്നുള്ളത്. എന്നാലും മതത്തിന്റെ പേരിൽ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ പാടില്ല, പ്രകടനത്തിൽ പങ്കെടുക്കാൻ പാടില്ല, നൃത്തം ചവിട്ടാൻ പാടില്ല എന്നുള്ളതൊക്കെ പരമ്പരാഗതമായ രീതിയിൽ അനുഷ്ഠിച്ചു പോരുന്ന കാര്യങ്ങളാണോ? ഒരു ആചാരങ്ങൾ എന്ന നിലയ്ക്ക് അതിലൊക്കെ കീഴ്പ്പെട്ടാണോ മുസ്ലിം സമൂഹം ഇത്രയും നാൾ മുന്നോട്ട് വന്നിരുന്നത്? മുസ്ലിം സമൂഹത്തിലുള്ള ഒരു നൃത്തരൂപമല്ലേ ഒപ്പന. അവർ ഒപ്പന കളിക്കുന്നില്ലേ? അവർ പാട്ട് പാടുന്നില്ലേ? അവർ പ്രകടനത്തിൽ പങ്കെടുക്കുന്നില്ലേ? പിന്നെ ഇവരിപ്പോ എന്താന്ന് വെച്ചാല് ഇതിന്റെ കാര്യം ഇതാണ്. അടുത്ത 2 കൊല്ലം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു സ്ത്രീക്ക് 1-2 സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഇപ്പൊ 20 MP ഡൽഹിക്ക് പോവാണ്. അതിൽ ഒരു സ്ത്രീ ഇല്ല. 52% സ്ത്രീകൾ ഉള്ള ജനസംഖ്യയാണ് ഇവിടുത്തത്. കേരളത്തിലെ ജനസംഖ്യയിൽ പകുതിയിൽ കൂടുതലാണ് സ്ത്രീകൾ. എന്നിട്ട് 20 MP തെരഞ്ഞെടുത്ത് ഈ UDF-ഉം LDF-ഉം NDA ഒക്കെ ഉണ്ടായിട്ട് അതിൽ ഒരു സ്ത്രീയെ ജയിപ്പിക്കാൻ പറ്റിയില്ല. ആലോചിച്ച് നോക്കൂ. അപ്പൊ സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മുടെ പുരോഗമനം, പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമുക്ക് ഈക്വാലിറ്റി, തുല്യത, സമത്വം എന്നുള്ളത് മനസ്സിലാവുകയില്ല. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ഹിന്ദു മതത്തിന്റെ പേരിലും ക്രിസ്തു മതത്തിന്റെ പേരിലും ഇസ്ലാം മതത്തിന്റെ പേരിലും ഒക്കെ വരും. മുസ്ലിം ലീഗിന് അത് വളരെ കൂടുതലാണ്. അതിന്റെ ഒരു ഏറ്റവും പുതിയ തെളിവാണിത്. തീർച്ചയായിട്ടും UDF നേതാക്കന്മാര് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ട കാര്യമാണിത്. വളരെ നന്ദി കാരശ്ശേരി മാഷ താങ്കളുടെ പ്രതികരണത്തിൽ. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വരേണ്ടത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ണൂർ പാനൂരിലാണ് ഷാഫി പറമ്പിലെ വിജയാഹ്ലാദ പ്രകടനം നടക്കാനിരിക്കുന്നത്. അതിനോട് മുന്നോടിയായി തന്നെ മുസ്ലിം ലീഗിൻ്റെ ഷാഹുൽ ഹമീദ് എന്ന നേതാവ് ഒരു വിലക്ക് കൽപ്പിക്കുകയാണ്. ഇത്തരത്തിൽ വനിതകൾ ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കേണ്ട, അവരുടെ റോഡ് ഷോയിൽ പങ്കെടുക്കേണ്ട എന്ന് വളരെ കർശനമായി, അതും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായി പറയുന്ന ഒരു കാഴ്ചയാണ്, ശബ്ദ സന്ദേശമാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്.
ലീഗ് വടകര MP ഷാഫി പറമ്പിലിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിൽ നിന്നും വനിതാ ലീഗ് പ്രവർത്തകരെ വിലക്കി ലീഗ് നേതാവ്. വനിതാ പ്രവർത്തകരെ വിലക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നത്.